ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം ശ്രദ്ധിക്കണമെന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. ഇവിടെ അമ്മയുടെ കണ്ണൊന്നു തെറ്റിയപ്പോൾ അതിന് പകരമായി അവർക്ക് നൽകേണ്ടി വന്നത് 2 വയസ്സുകാരനായ സ്വന്തം കുഞ്ഞിന്റെ ജീവനാണ്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആ സംഭവം നടക്കുന്നത്. തൊട്ടിയാട് പള്ളിത്താഴത്തേതിൽ വീട്ടിൽ ടോം തോമസ്, ജിൻസി വർഗീസ് ദമ്പതികളുടെ മകൻ ആക്ടൻ പി തോമസ് ആണ് മരണപ്പെട്ടത്. ജിൻസിയും ടോമും കുഞ്ഞുമൊത്ത് കൊല്ലത്താണ് താമസിച്ചിരുന്നത്. ടോം കൊല്ലത്ത് ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ ചെങ്ങന്നൂരിലെ ടോമിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഉച്ചയോടുകൂടി മകനെ മുറിയിൽ കട്ടിലിൽ ഇരുത്തിയ ശേഷം അടുക്കളയിലേക്ക് പോയതായിരുന്നു ജിൻസി. എന്നാൽ ജോലി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. തുടർന്ന് സമീപത്തെല്ലാം തിരഞ്ഞുവെങ്കിലും കുട്ടിയെ കാണുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ വീട്ടുകാർ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് കുളിമുറിയിലെ ബക്കറ്റിലെ വെള്ളത്തിൽ കുഞ്ഞിനെ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കുഞ്ഞ് വെള്ളത്തിൽ കളിച്ചപ്പോൾ ബക്കറ്റിലേക്ക് കമിഴ്ന്നടിച്ചു വീണു എന്നാണ് കരുതുന്നത്. പോലീസ് എത്തി സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. സംഭവത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നമ്മൾ കരുതിയിരിക്കേണ്ടത് തന്നെയാണ്. മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞ് ശുചിമുറിയിലേക്ക് പോകുമെന്ന് ഒരിക്കലും ആ അമ്മ കരുതി കാണില്ല. ഇതുപോലെ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ശുചിമുറികളിലെ ബക്കറ്റുകളിൽ എപ്പോഴും വെള്ളം നിറച്ചു വെക്കാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് പറ്റുന്ന ചെറിയ വീഴ്ചകളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം. എന്തായാലും ആ മാതാപിതാക്കൾക്ക് പൊന്നുമോന്റെ വിയോഗം സഹിക്കാനുള്ള ത്രാണി ലഭിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.